കാലത്തിന്റെ ഒരു പോക്കെ. പകലൊക്കെ എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. പഠിപ്പുണ്ട്, പണിയെടുത്ത് ഇതിന്റെ ആരോഗ്യമുണ്ട്. എന്നിട്ട് ആരാൻ പോറ്റുന്ന കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്കുകൾക്ക്? ഇതിങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കണത്. അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ അങ്ങനെ ചീർക്കാതിരിക്കും. എന്റെ ഓപ്പോള് പോയിട്ട് 4 കോഴിയാ ഈ കൂർക്കന്മാര് തിന്നെ. ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലമായൊന്ന് കാണട്ടെ. 1 2 3 4 4 ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാക്ഷൻ നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല. എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാനെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ അവിടെ? അയ്യോ, കുട്ടി അറിഞ്ഞില്ലേ? കോഴിക്കള്ളന്മാരെ പിടിച്ചു. അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടിച്ച് അവന്റെ സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. ആ, മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടി ഒന്ന് കാണട്ടെ. കണ്ടോളൂ. ആ കുട്ടി എന്തിനാ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധ്യ? കോഴിക്കള്ളന്മാര് പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. കോഴി? അയ്യോ, കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിശ്ചയുണ്ടായിരുന്നു. അറിയോ, 4 ദിവസം ആ കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിന് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്. ആ വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയി എന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. കുമ്പിടുന്നേൻ പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. കഷ്ടം. എന്തായാലും എന്റെ നിരപരാധിത്വം കാലം തെളിയിച്ചു. വത്സലക്കുട്ടി കൂടി എന്നെ സംശയിക്കുന്നു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. വലിയ ഫീലിങ്സ് ഒന്നും താങ്ങാനുള്ള കരുത്ത് എന്റെ ഈ ബോഡിക്കില്ല. സോറി, മനസ്സിനില്ല. സത്യം അറിഞ്ഞപ്പോ ഇവൾക്കും വിഷമം തോന്നി. കവലയിലെ കാര്യം കേട്ടപ്പോ ഇവിടെ ഇരുന്ന് തല തല്ലി കരയുകയായിരുന്നു. എത്ര ദുഷ്ടനായാലും സ്വന്തം ആങ്ങളല്ലേ? അതല്ലെന്നേ, എന്റെ വിശാല കക്ഷേട്ടനെ ഞാൻ സംശയിച്ചു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ നിലവിളി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെന്താ? നിങ്ങളുടെ ഈ പോളിസിയിലെ ചത്താൽ കുടുംബത്തിന് കാശ് കിട്ടുന്ന ഏതെങ്കിലും വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇംപോസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവനെ നെഞ്ഞത്തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. എന്തായി പറയണേ? അതെടി, തറച്ചാണ്ടി അച്ചു എന്നാരുടെ അളിയൻ ഒരു കോഴിക്കള്ളനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ളന്തസ്സും പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? അവനിങ്ങനെ ഇപ്പൊ ഒന്ന് കേറിയ പിന്നെ അത് മതി ബഹളത്തിന്. പിന്നെ എന്നെ മൂക്കിലോട്ട് വലിച്ചേറ്റും. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്.
എനിക്കൊരു ക്യാൻവാസ് പോളിഷ് ചെയ്യാനുണ്ട്. സോറി, പോളിസി ക്യാൻവാസ് ചെയ്യാനുണ്ട്. വരട്ടെ. ആ, പോട്ടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാല മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കിയിടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട. നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ തന്നെ പൊയ്ക്കോളൂ. അപ്പൊ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്റ്റൈലായിരുന്നു. ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. 2 ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ? നിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോറല്ല, ഗേറ്റ്. ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ, ഇതേളേത്? ഏട്ടാ പട്ടി കടിക്കോ? ഒരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ലേ പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കൊരക്കാതിരിക്ക? കൊരക്കാതെ പട്ടി ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി. മുതലാളി കടിക്കൂല, കൊര മാത്രമേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞു പറഞ്ഞു. ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? മനസ്സിലായി. എന്റെ വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ഇടാൻ പെട്ടേനേക്കാളും പാടാണ് ഊരാൻ. ഇനി വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ അവർക്കോ? പഴയ പോലെ കായ്ക്കണില്ല. നാരായണ വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. ബാങ്ക് ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റെയ്ഡ് പാർട്ടികളോ? ഇൻകം ടാക്സും സെയിൽ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന്, രണ്ട്, അയ്യോ, അയ്യ, വരുന്നത് കണ്ട പെണ്ണ് കാണാൻ വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. എടാ, ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. അല്ല, ഇതെവിടുന്ന് ഈ വഴി? നമ്മൾ പരിപാടിയിൽ ആവൂടി എല്ലാം ഒളിപ്പിച്ചോ? എന്തോന്ന് ഒളിപ്പിക്കാൻ? എടി മൂദേവി, പണ്ടവും പണവും ഒക്കെ പത്തായത്ത് വെക്കേ. പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ. കോഴികളെ അല്ലാതെ പണ്ടവും പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീൽ പറഞ്ഞ പിള്ളേരാണത്. പിടി 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 പിടി.
വിഴിക്കോ? വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പൊ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരപ്പനുണ്ടല്ലോ. ദേ വക്കീല് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേല് ഈ ബെൽറ്റ് വേണ്ട. ഇതില്ലേലും തളയ്ക്കാലോ. ദേ ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചോ? അല്ല കുഞ്ചു. രമേശ് എന്ന ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല, ശരിയായ പേരാ. ഞാൻ MC പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും MC പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ, ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കിൽ മുട്ട, കിട്ടിയത് തട്ടാം. ഇത് ഓഫീസോ തൊഴുത്തോ? കണക്കുകളൊക്കെ പോറ്റി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ആ, ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചാണ് വലിയ കള്ളന്മാരായിത്തീരുന്നത്. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ? ഇപ്പൊ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി എനിക്കല്ലോ അവന്. സോറി കേട്ടോ. യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സ്വാർത്ഥരായി, എന്റെ അളിയച്ചരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗത ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടുന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? മുരളി, കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, രഥങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ. കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരിടാൻ പറഞ്ഞേ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നെ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ, കള്ളന് കാളനാണല്ലോ ചേർച്ച. എന്തിയേ? ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പം നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ എനിക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറെ മാനായി. കൊള്ളാം. പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? തെറ്റിപ്പോയി. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കുരയ്ക്കണ പട്ടി കടിക്കില്ലെന്നാ. എന്താടി പറഞ്ഞേ? പട്ടിയെന്നോ? യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും, ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി.